നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, ചിലര് കൂടെ താമസിച്ചാലും രണ്ട് രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ, രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. മാരീഡ് ആണ്, ഭാര്യയും ഭർത്താവുമാണ്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണ്, ബന്ധമുണ്ട്. പക്ഷെ എന്നാലും രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്നവരെ പോലെ ഒരേ വീട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എന്ത് അവസ്ഥയിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭവാനി. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭവാനി. ഓം നമ ശിവായ. കാതുകളുടെ ബഹളമാണ്. എന്നാലും കുഴപ്പമില്ല. ഇനിയുണ്ട് ഭഗവാനെ കാര്യം. ഇത് പലരുടെ എനർജി ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഭഗവാനെ, എന്തൊക്കെ കാർഡുകളാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. ആദ്യമായി ഇതൊരു രണ്ടുപേരെയാണ്. ഈ ആദ്യത്തെ കാർഡ് പറയുന്ന ഒരു അഡിക്ഷൻ, ഒബ്സഷൻ, ഒരു ട്രാൻസെൻഡ് മെറ്റീരിയലിസം. അപ്പൊ മെറ്റീരിയലിസത്തിനോട്, ഭൗതികമായ കാര്യങ്ങളോടുള്ള വളരെ സ്ട്രോങ് ആയ ഒരു അഡിക്ഷൻ ആർക്കോ ഉണ്ട്. സ്പിരിച്വൽ ആയിട്ട് അത്രയും അഡിക്ഷൻ ഇല്ല. അപ്പൊ ഭൗതികം, പണം, ബന്ധങ്ങള്, അങ്ങനെ ഭൗതികമായ കാര്യങ്ങളിലാണ് അഡിക്ഷൻ ഒരാൾക്ക് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് ശിവരാത്രി കഴിഞ്ഞു. ഇപ്പൊ 15-ാം തീയതി ആയിരുന്നു. അടുത്ത ശിവരാത്രിക്കുള്ളില് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സമയമെടുക്കും. മനസ്സിലായോ? ഒരു കാര്യം നാളെ എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ കണ്ണിലെ നാളെ എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നാളെ എല്ലാം ശരിയാകുമെന്ന് നമ്മൾക്ക് നാളെ വിളിച്ചിട്ട് നാളെ ശരിയായില്ലല്ലോ എന്ന് പറയുന്ന പോലെ അല്ല. സമയമെടുക്കും എല്ലാ കാര്യത്തിനും, കേട്ടോ. ഒരു വിത്ത് നട്ടാല് വിത്ത് നട്ട് അത് മുള പൊട്ടി അത് വലുതായി എത്ര നാള് കൊണ്ടാണ് അത് വലുതാവുന്നത്. അതിൽ നിന്നൊരു ഫ്രൂട്ട് കിട്ടുന്നത് എത്ര നാള് കൊണ്ടിട്ടാണ്. അതാണ് നേച്ചറിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളുടെ പോലെ നാളെയല്ല. നമ്മൾ ഡേറ്റ് കൊടുക്കുക, നാളെ ഞാൻ റീഡിങ് എടുത്ത് തരാം, അപ്പൊ നാളെ 24 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ് ഞാൻ റീഡിങ് എടുത്ത് കൊടുക്കണം, അല്ലേ? അങ്ങനെയല്ല. നേച്ചർ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ കണക്കാണെങ്കിലും അതിന് സമയമെടുക്കും. അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ ശിവരാത്രിയോടുകൂടെ മാറും, അടുത്ത ശിവരാത്രിയോടെ. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിച്ചു പോയെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട് അടുത്ത ശിവരാത്രിയോടനുബന്ധിച്ച്. പിന്നെ വരുന്നത് നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകളാണെന്ന് പറയുന്നുണ്ട്. ചിലര് കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം. കാരണം ചക്രാസ് ബ്ലോക്ക് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ ഡിവൈൻ ടൈമിങ്, നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈമിങ് ആയിട്ടുണ്ട്. എല്ലാം ഡിവൈൻ ടൈമിങ്ങിലേ നടക്കുകയുള്ളൂ നമ്മൾ പറയില്ലേ, ആ ഒരു സമയം വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പണ്ട് മുതലേ കാത്തിരിക്കുന്ന കാര്യങ്ങള്, നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആണ്, അതൊന്ന് ക്ലെൻസ് ചെയ്യണം. കാരണം ഇത് തേർഡ് ഐ ചക്ര വഴിയാണ് നമുക്ക് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ദൈവത്തിന്റെ മെസ്സേജസ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള റിപ്ലൈ നമുക്ക് കിട്ടണ്ടേ, അതെല്ലാം തേർഡ് ഐ ചക്ര വഴിയാണ് വരുന്നത്. മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്യണം എന്തിനാണ്? നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ന ആളാണെന്ന്, പക്ഷെ അതാവണമെന്നില്ല. നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരാണെന്ന്. മനസ്സിലായോ? അടുത്ത കാർഡ് പറയുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യണം. യോഗ പ്രാക്ടീസ് ചെയ്യണം. ഡിസിപ്ലിൻ, ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. ശാരീരികവും മാനസികവും എല്ലാം ഉള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് യോഗ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നാണ് നോക്കുന്നത്. ഞാൻ ഹാർട്ട് ബ്രേക്ക്, 3 of Swords ആണ് ആദ്യം കണ്ടത്. ഈ പേഴ്സൺ ഹാർട്ട് ബ്രോക്കൺ ആണോ? നിങ്ങളാണോ ഈ വ്യക്തിയെ വേദനിപ്പിച്ചത്? നിങ്ങളാണോ ഈ വ്യക്തി ഉപേക്ഷിച്ചു പോയത്? അറിയില്ല. എപ്പോഴും വ്യക്തി ആവണമെന്നില്ല കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി. നമ്മളുടെ കയ്യിലും ഉണ്ടാവും പ്രശ്നങ്ങൾ, ഇല്ലേ? ഞാനേ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ വീഡിയോസ് കണ്ടു. എന്ന് വെച്ചാല് ഭർത്താവിനെ ഭയങ്കരമായിട്ട്, കോമഡി നമ്മളെല്ലാം ശരിക്കും കാണുമ്പോൾ
ഭയങ്കരമായിട്ട് അടിക്കുന്നു, പാത്രം കൊണ്ട് അടിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോ ഞാനത് ആലോചിച്ചു, ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ഒരാളെ ഉപദ്രവിക്കുന്നത്, നമ്മൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അല്ലെ? എങ്ങനെയെങ്കിലും ഇതിനെ സോൾവ് ചെയ്യണം, ഇത് എന്തായി കാണിക്കണമെന്ന് പറയും. ആണുങ്ങൾക്ക് അടി കൊള്ളുമ്പോൾ നമ്മളിത് ചിരിക്കും. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയേ അല്ലെ? പാവങ്ങള് അവരെ എന്തോരം ആണുങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം, ആരും മിണ്ടൂല, കാരണം അവരുടെ ഈഗോ ഹേർട്ട് ആവും. ഇപ്പൊ പിന്നെയും ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ പെണ്ണുങ്ങളെ ആണുങ്ങളെയും കുറ്റം പറയല്ല, എന്നാലും ഞാൻ പറയണേ, നമ്മള് ആണുങ്ങൾക്ക് അടി കൊള്ളുമ്പോ നമ്മളിത് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, എൻജോയ് ചെയ്യുന്നത് അല്ലെ? എന്തെങ്കിലും ആവട്ടെ. അപ്പോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. 3 കാർഡുകളിലൂടെ വന്നിട്ടുണ്ട് വ്യക്തിയുടെ എനർജി ചോദിച്ചപ്പോ. ഇവിടെ 9 ഓഫ് wands കാണിക്കുന്നുണ്ട്, അപ്രൈറ്റ് ആണ്. സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ്. ലാസ്റ്റ് കാർഡ് ജസ്റ്റിസ് കാർഡാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനല്ല ചെയ്തത്, വ്യക്തിയാണ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ശരിയായിരിക്കാം, നിങ്ങളായിരിക്കില്ല ചെയ്തത്, പക്ഷെ അപ്പൊ ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിരിക്കില്ല. ഇത് ഈ വ്യക്തിയോട് ആരൊക്കെയോ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അപ്പൊ വ്യക്തി പറയുന്നത്, വ്യക്തി ദൂരെ നിന്ന് ഇപ്പോഴും നോക്കുന്നുണ്ട്. എന്ത് കാരണങ്ങളോ കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വ്യക്തിക്ക് നിങ്ങളോട് ഇത് നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് പറയാനുള്ള ധൈര്യമില്ല, സ്ത്രീ ആയാലും പുരുഷനായാലും. മനസ്സിലായോ? തെറ്റ് ഞാനല്ല ചെയ്തത് എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അത് പറയാനുള്ള ധൈര്യമില്ല. സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അവസാനത്തെ കാർഡ് ജസ്റ്റിസ്. ഇവിടെ ജസ്റ്റിസ് നടന്നില്ല. ഞാനല്ല തെറ്റുകാരൻ, ഞാനല്ല തെറ്റുകാരി, എന്നോട് എല്ലാവരും എന്നെയാണ് ഉപദ്രവിച്ചത്, പക്ഷെ ന്യായം നടന്നില്ല ഇവിടെ എന്നതാണ് ഈ വ്യക്തിയുടെ എനർജി. അപ്പൊ ആ ഒരു ചിന്തയിലാണ് ഇപ്പോഴും, എന്നെയാണ് മറ്റുള്ളവർ ഉപദ്രവിച്ചത് എന്നൊരു ചിന്ത. ജസ്റ്റിസ്. ഇത് ലീബ്ര സോഡിയക് സൈൻ ആണ്, ഇത് ലിയോ ആണ് കേട്ടോ. അപ്പൊ അത് രണ്ടുമാണ് സ്ട്രോങ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. ഇത് ചിലപ്പോ ഒരു വിക്ടിം മെന്റാലിറ്റി ആയിരിക്കാം, എല്ലാം ചെയ്തു വെച്ചിട്ട് ഏയ് ഞാനല്ല ചെയ്തത്, അവരാണ് എന്നെ ചെയ്തത് കേട്ടോ, ഞാനൊരു പാവമാണ് എന്ന് പറയുന്ന ഒരു എനർജിയും ആകാം. മനസ്സിലായോ? പക്ഷേ എനിക്ക് ആദ്യം ഒരു 3 ഓഫ് സ്വേർഡ്സ് ഹാർട്ട് ബ്രേക്കിന്റെ ഒരു കാർഡ് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ മീനിങ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്തായാലും നിങ്ങളായിരിക്കണമെന്നില്ല കുറ്റക്കാരനോ കുറ്റക്കാരിയോ, ഈ വ്യക്തി ആവാം, പക്ഷെ ഈ വ്യക്തി അത് അംഗീകരിക്കുന്നില്ല എന്നും കൂടെ ഒരു ഇത് വരും ഇവിടെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പൊ ഈ വ്യക്തിയുടെ അവസ്ഥ, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രണ്ട് കാർഡുകൾ. താങ്ക് യു. അപ്പോ 2 കാർഡുകൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ വ്യക്തിയുടെ അവസ്ഥ ചോദിക്കുമ്പോൾ, ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സും 10 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സുമാണ് വന്നിരിക്കുന്നത്. അപ്പോ 7 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ലോങ് ടേം വ്യക്തി ഇപ്പോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറണം, എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണം, അങ്ങനത്തെ ഒരു ചിന്തയിലല്ല ഇപ്പൊ, അങ്ങനെ ജീവിച്ചു പോകുന്നു. മനസ്സിലായോ? അന്നന്നത്തേക്ക് വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കായിരിക്കാം, അന്നന്നത്തേക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടി സമ്പാദിക്കണം, ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇതിലാണ്, പ്രത്യാശ ഇല്ലാത്ത പോലത്തെ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇത് ഒരു വളരെ നല്ല ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷെ കൈവിട്ട് പോയ ഒരു റിഗ്രറ്റും കൂടെ, ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഇത് എന്റെ കയ്യിൽ നിന്ന് പോയി എന്നൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് വ്യക്തി. പണത്തിന് ബുദ്ധിമുട്ടുണ്ട്, അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഞാൻ അടുത്തത് ചോദിക്കാൻ. കാരണം ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോയത്. വ്യക്തി ഓർക്കാതെ വ്യക്തി ഇത്രയും ഡയലോഗ്സ് പറയില്ലല്ലോ, എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ടോ? ചിലര് മാനസികമായിട്ട് വളരെ ട്രോമ വരുമ്പോൾ ചിലപ്പോ സ്ഥലകാല ബോധം ഇല്ലാതെ ആയിപ്പോവും, അത് വേറൊരു കാര്യം. അപ്പൊ അത്രയും ട്രോമ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടെന്നും നമുക്കറിയില്ല. ഇവിടെ 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നോ പറയുന്നുണ്ട്. ഇവിടെ മേ ബി എന്ന് പറയും, മേ ബി റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട്, പക്ഷെ നിങ്ങളെ ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണ്. ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ചെങ്കിലും അകലാൻ പറ്റാതിരുന്ന ഒരു വ്യക്തി. ഇവിടെ പക്ഷെ 5 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. 5 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് വ്യക്തി മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചു, പക്ഷെ ഈ വ്യക്തിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല, ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയെന്നും കൂടെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാല് ഈ 5 ഓഫ് സ്വേർഡ്സ് എന്താണെന്നറിയാമോ? ഇതെന്ന് വെച്ചാൽ വളരെ സില്ലിയായ
ആർഗ്യുമെന്റ്സ്, വാഗ്വാദങ്ങൾ. ഇപ്പം നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വിചാരിക്കുക. വഴിയെ പോണ ഒരാള് അയാളുടെ എക്സാമ്പിൾ പറഞ്ഞ നമ്മള് ഇപ്പൊ വഴിയെ പോകുന്ന ഒരാള് അയാളും രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഞാനും വേറെ ഫ്രണ്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. വഴിയെ പോകുന്ന രണ്ടുപേര് വഴക്കുണ്ടാകുന്നു. അതിനകത്ത് എന്റെ ഫ്രണ്ട് കയറി ഇടപെടുന്നു. ഫ്രണ്ട് കയറി ഇടപെടുമ്പോഴത്തേക്കും ഞാനും അതിനകത്ത് കയറി, അറിഞ്ഞോ അറിയാതെ ഞാനും അതിനകത്ത് കയറിപ്പോയി. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അവസാനം വരുമ്പോൾ ഞാനും ഫ്രണ്ടും കൂടെ അടിയായി. കാരണം ഞാനും ഫ്രണ്ടും ഓരോരുത്തരുടെ സൈഡ് എടുത്തു കഴിഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടി നിലകൊള്ളണം. അതൊരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു, പക്ഷെ മണ്ടത്തരം. ആ ഒരു ബോധം വേണ്ടേ. അപ്പൊ അത് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അടിയായി. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അകന്നു പോവുക. ഇങ്ങനെ പല അനുഭവങ്ങള്. അതാണ് ഈ 5 of Swords എന്ന് വെച്ചാല് നമ്മൾ ആലോചിക്കണം, നമ്മളുടെ ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാൻ പാടില്ല. അവരുടെ പ്രശ്നം അവര് സോൾവ് ചെയ്യും. നമ്മൾ എന്തിനാ ഈ ആവശ്യമില്ലാതെ അതിനകത്ത് കയറുന്നത്? മനസ്സിലായോ? അതാണ് ഞാൻ ചുരുക്കത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അതാണ് 5 of Swordsന്റെ ഒരു സിറ്റുവേഷൻ. നമ്മളൊരു ബോധമില്ലാതെ നമ്മൾ വിചാരിക്കുക എല്ലാ ഫൈറ്റും ഞാൻ ജയിക്കണം. ചില ഫൈറ്റ്സ് നമ്മൾ ജയിക്കണ്ട, നമ്മൾ വിട്ടുകളയുക, എന്തെങ്കിലും ആവട്ടെ. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ലോജിക്കലായ ഒരു ബോധം, യുക്തിബോധം നമ്മൾ വളർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളും നിങ്ങൾ തമ്മിൽ അകലാനുള്ള കാരണവും ഈ വ്യക്തിയുടെ ചിലപ്പോൾ സ്വാർത്ഥമായ എല്ലാവർക്കും ഞാൻ ജയിക്കണം എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങളായിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിലും അത് മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ പോയിട്ടില്ല. ചിലപ്പോൾ അത് നിങ്ങളെ കുറിച്ചുമായിരിക്കാൻ പറയുന്നത്. നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് വ്യക്തി പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നത് എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദി നിങ്ങളാണെന്നാണ്. അത് കൊള്ളാലോ. അങ്ങനെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത് നല്ല ഓർമ്മകളല്ല. എല്ലാ പ്രശ്നത്തിനും കാരണം നിങ്ങളാണ് എന്നാണ് പറയുന്നത്. വെറുതെ നല്ലതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി നശിപ്പിച്ചു എന്നാണ് വ്യക്തി പറയുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ വ്യക്തി? ഈ വ്യക്തിയുടെ എനർജി ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കേ ഉള്ളൂ. എന്ന് വെച്ചാല് ശരിയായാലും തെറ്റായാലും, നല്ലത് വന്നാലും ചീത്ത വന്നാലും എനിക്കൊരു ഇതുണ്ട്, ഞാനൊരു സ്റ്റാൻഡ് എടുക്കും എന്നൊരു ക്യാരക്ടറാണത്. എന്ന് വെച്ചാല് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി അതിനകത്ത് ഞാൻ പുറകോട്ട് പോവില്ല. അതാണ് ഈ വ്യക്തിയുടെ പ്രശ്നം. ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തു, റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് വ്യക്തി പോയതാണ്. ഇനി ഈ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ വ്യക്തി അപ്പൊ തിരിച്ചു വരില്ല. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക്. നിങ്ങളതാണ് ഈ വ്യക്തിയെ ഓർക്കുന്നത്. പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളാണ് എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദി എന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാള്. അതുപോലെ രണ്ടാമത് നല്ല ഈഗോ ഉള്ള ഒരാള്. ഞാൻ തീരുമാനം എടുത്തു, ഇനി ഞാൻ വരില്ല. അതുമല്ല പ്രശ്നം റിലേഷൻഷിപ്പിൽ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ബന്ധമായിക്കോട്ടെ അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പോയിട്ട് അർത്ഥമില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി മാറി നിൽക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് തരാനുള്ളത് യൂണിവേഴ്സ്? യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസിന് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങള് ചിലപ്പോ ഇതിനകത്ത് ചെറുതായിട്ട് നിങ്ങളുടെയും ഒരു 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 പോർഷൻ, നിങ്ങളും എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. റിലേഷൻഷിപ്പ് ഇത്രയും വഷളാവാൻ നിങ്ങളും കൂടെ ഉത്തരവാദിയാണ്. വലിയതായിട്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്കും ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഈ സിറ്റുവേഷൻ, നിങ്ങൾ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് നടന്നത്, എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഒറ്റ വാക്കിൽ ആ വ്യക്തിക്ക് തോന്നിയ പോലെ ഇറങ്ങിപ്പോയതാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞത് ഇത്ര കാര്യമാക്കാൻ, നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി വളരെ വിഷമത്തിലിരുന്നപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു, നിങ്ങളിരുന്ന് എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു റിയാക്ഷൻ അല്ല ഉണ്ടായത്, നിങ്ങൾ ചിന്തിക്കാതെ എന്തോ പറഞ്ഞ വ്യക്തി ഇറങ്ങിപ്പോയി, അതുമാവാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ബന്ധമല്ലേ, ഒറ്റ വാക്ക് കേട്ടപ്പോ ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണമെന്നാണ് പറയുന്നത്. വാക്കുകള് നമ്മള് ഈ വായിന്ന് നമ്മളൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ചിന്തിക്കണം. ഈ ഒരു വാക്ക് കൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആളുകളുണ്ട്. ആളുകളുണ്ടെന്നല്ല, എല്ലാവരും നമ്മളെ ജഡ്ജ് ചെയ്യും. ചിലര് പറയില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്, വാ തുറന്നാൽ മിണ്ടാൻ തോന്നില്ല എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കണം. മനസ്സിലായോ?
അവിടുത്തെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മള് ചിന്തിക്കാതെ ആയിരിക്കും, ഞാനത് എനിക്കൊരു മണ്ടത്തരം പറ്റിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് മനസ്സില്. പക്ഷെ എന്നാലും അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ അത് പറയുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തില്, നിങ്ങളുടെ വാക്കുകളില്, നിങ്ങളുടെ പ്രവൃത്തിയില് കുറച്ചൊക്കെ വ്യത്യാസം വരുത്താനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. വളരെ, കാരണം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ജീവിതം, നല്ല സമാധാനപരമായ സന്തോഷകരമായ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ഈ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം, വാക്കിന് വ്യവസ്ഥയില്ലാതെ പെരുമാറരുതെന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ഇന്ന് രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും പോകാന്ന് പ്ലാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം നിങ്ങളിത് മറന്നു പോകുന്നു. നിങ്ങൾ ആ സമയത്ത് തോന്നിയ പോലെ പറഞ്ഞതായിരിക്കും, കാര്യം തീരുമാനിക്കാതെ പറഞ്ഞതാണ്. അപ്പൊ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് പോകാനായിട്ട്. വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എപ്പോ പറഞ്ഞു, എന്ത് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നൊരു ബഹളം. അതോട് വ്യക്തിക്ക് വട്ടായി. മനസ്സിലായ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ ആരോട് വാക്ക് പറയുമ്പോഴും അത് വാക്കിന് വ്യവസ്ഥ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇവിടെ സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം, എന്നാലും ഒന്നും കൂടെ പറയാം. ലിയോവും ലീബ്രയുമാണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള വന്നിട്ടുള്ള സോഡിയാക് സൈൻ. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നാൻ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.